ഈ പ്രകൃതി രംഗത്തെ പറ്റി ഖുർആനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും 42-ാം അധ്യായം 30-ാം സൂക്തം. وما أصابكم من مصيبة فبما كسبت أيديكم. നിങ്ങളെ ബാധിച്ച ദുരന്തങ്ങളെല്ലാം മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. തീർന്നില്ല. 30-ാം അധ്യായം 41-ാം സൂക്തം. ظهر الفساد في البر والبحر بما كسبت أيدي الناس. കടലിലും കരയിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ബിമാ കസബത്ത് ഐദിൻ നാസ്, അത് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. മനുഷ്യൻ ഒരുപാട് പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി തിരിച്ച് പ്രതികരിച്ചു തുടങ്ങും. അതാണ് നമ്മളിപ്പോ കണ്ടത്. ചിലർ ചൂഷണത്തിന്റെ ഭാഗമായി മലകളും കാടുകളും അലക്ഷ്യമായി ഉപയോഗിച്ചപ്പോൾ പ്രകൃതിയെ ഇണങ്ങി ജീവിച്ചവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായി. ശരിയല്ലേ?